ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെ വേണം എന്ന് കണ്ടറിഞ്ഞിട്ട് ഉണ്ടാക്കിയ മെറ്റീരിയലാണ്. സോ അതും കുട്ടികൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആണ്. ഇപ്പം നമ്മുടെ റിസൾട്ട് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. അതായത് സൈലം ആയാലും സൈലം കൊമേഴ്സ് പ്രോ ആണെങ്കിലും ഹൈബ്രിഡ് സിസ്റ്റം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ക്ലാസ്സിലിരുന്ന് നല്ല ഭംഗിയായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവും. പക്ഷെ എക്സാമിന് എത്തുമ്പം പലതും ക്വസ്റ്റ്യൻ കാണുമ്പം എഴുതാൻ പറ്റുന്നില്ല. ആ ഒരു പ്രോബ്ലം ഒക്കെ അപ്പം നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിന് അത് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ ഈ ഫാക്കൽറ്റീസിന് കൊടുക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഓൺലൈൻ സ്റ്റുഡൻസിനും ഓഫ്ലൈൻ സ്റ്റുഡൻസിനും പോലെ തന്നെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ കുട്ടിയുടെ A to Z ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അതിപ്പോൾ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറക്കമില്ലെങ്കിൽ അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇതൊക്കെ കോർഡിനേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ മോണിറ്റർ ചെയ്യുക. ഈ എക്സാംസ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ് എ ടൈമിൽ പാരന്റിനോടും ഈ കാര്യം ഇന്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഓൺലൈൻ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സൈലത്തിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഹായ് സ്റ്റുഡൻസ്, CA CMA ഇന്ത്യ ACCA പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു ബെസ്റ്റ് അക്കാദമിക് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സൈലം കൊമേഴ്സ് പ്രോയുടെ അക്കാദമിക് ക്വാളിറ്റിയെ കുറിച്ചാണ്. ഓക്കെ മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു അക്കാഡമിക് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു പോയിന്റിലല്ല, ഒരുപാട് പോയിന്റുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു അക്കാഡമിക് ക്വാളിറ്റി ഉണ്ടാവുക. അപ്പം അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫാക്കൽറ്റി പൂൾ തന്നെയാണ്. അപ്പം നമ്മുടെ കൊമേഴ്സ് പ്രോയിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെയും എടുത്ത് നോക്കിയാൽ അവർ ഓരോ സബ്ജക്റ്റിലും അത്രയും എക്സ്പേർട്ടാണ്. ഇപ്പം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അവരുടെ ഓരോ സബ്ജക്റ്റിലും അഗാധമായ നോളജ് അവർക്കുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ വരുന്ന ഒരു കുട്ടി ഇപ്പം ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ കൺസെപ്റ്റ് കൺവേ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും അത്രയും ഭംഗിയായിട്ടാണ് നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് അത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ക്ലാസ്സിലിരുന്ന് നല്ല ഭംഗിയായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവും. പക്ഷെ എക്സാമിന് എത്തുമ്പം പലതും ക്വസ്റ്റ്യൻ കാണുമ്പം എഴുതാൻ പറ്റുന്നില്ല. ആ ഒരു പ്രോബ്ലം ഒക്കെ അപ്പം നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിന് അത് കൃത്യമായിട്ട് അറിയാം. എങ്ങനെ എക്സാം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കണം, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ കുട്ടികളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഇതെല്ലാം തന്നെ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് കൃത്യമായിട്ട് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത് അവരെ മോൾഡ് ചെയ്തെടുക്കും. ഒരു ക്ലാസ്സിൽ നിന്നും ഒരു കൺസെപ്റ്റ് കേട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന കുട്ടിക്ക് പിന്നീട് അതിലൊരു ഡൗട്ടില്ല. പിന്നെ മാത്രമല്ല നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടിയാൽ ആഫ്റ്റർ ദ ക്ലാസ് ഇതെല്ലാം തന്നെ കുട്ടികൾ ഏതെങ്കിലും ഒരു ഡൗട്ടും കൊണ്ട് ചെന്നാൽ അവർക്കൊരു മടിയുമില്ല, അവർ ഒപ്പം നിന്നത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് എക്സാം ടൈമിലാണെങ്കിലും അത്രയും നല്ല സപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത്. അതിപ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഓഫ്ലൈൻ കുട്ടികൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ, ഓൺലൈൻ കുട്ടികൾക്ക് അത്രയും കിട്ടുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ കുട്ടികൾക്ക് എത്ര അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് രജീഷ് സാറിന് നന്നായിട്ട് പറയാൻ പറ്റും. മാം, ആക്ച്വലി നമ്മൾ സൈലത്തിലെ, അതായത് സൈലം ആയാലും സൈലം കൊമേഴ്സ് പ്രോ ആണെങ്കിലും ഹൈബ്രിഡ് സിസ്റ്റം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫാക്കൽറ്റിനോട് ക്ലാസ്സിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്താലും അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് സൈലം കൊമേഴ്സ് പ്രോ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് വരുന്ന ഡൗട്ടുകൾ കുട്ടികൾക്ക് ആ സ്പോട്ടിൽ തന്നെ ഫാക്കൽറ്റിയോട് ചോദിക്കുകയും അത് ക്ലിയർ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സൈലത്തിന്റെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു മികച്ച അവസരം തന്നെയാണ് കൊമേഴ്സ് പ്രോയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുക്കുന്നത്. ലൈവ് ചാറ്റ്, അതെ അതെ അതെ, തീർച്ചയായിട്ടും ലൈവായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫാക്കൽറ്റിക്ക് ആണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിലും ശ്രദ്ധിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മോണിറ്റേഴ്സ് ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും. ആ മോണിറ്ററിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടുകൾക്ക് ഫാക്കൽറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ ഫാക്കൽറ്റീസിന് കൊടുക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഓൺലൈൻ സ്റ്റുഡൻസിനും ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ പോലെ തന്നെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മെറ്റീരിയൽ എന്ന് പറയുന്നതും അതൊരു പ്രധാന ഘടകം. നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അത്രയും യൂസ്ഫുൾ ആണ് നമ്മുടെ മെറ്റീരിയൽ. അതായത് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെ വേണം എന്ന് കണ്ടറിഞ്ഞിട്ട് ഉണ്ടാക്കിയ മെറ്റീരിയലാണ്. സോ അതും കുട്ടികൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആണ്. ഇപ്പം നമ്മുടെ റിസൾട്ട് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എങ്ങനെ ക്ലാസ് എടുക്കുന്നു, നമ്മുടെ മെറ്റീരിയൽ എങ്ങനെ, ഇതിൽ ഏറ്റവും മികച്ചത് വേറൊന്നും പറയാനില്ല, റിസൾട്ടുകൾ പറയാം. മാഡം, അതേപോലെ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റുഡൻസിനോടൊന്ന്
പറയാൻ വേണ്ടി പറ്റുമോ? നമ്മൾ ഈ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇരിക്കുന്ന കുട്ടികൾ, ഓരോ കുട്ടികളുടെയും അഡാപ്റ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് എല്ലാവർക്കും ഇത് ഒരുപോലെ ആവണം എന്നില്ല, പലർക്ക് പല രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഓരോ കുട്ടിക്കും എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് അവന് കുറച്ച് സപ്പോർട്ട് കൂടുതൽ വേണ്ടത്, ഇത് മനസ്സിലാക്കി മെന്റർ മനസ്സിലാക്കിയിട്ട് വേണം കുട്ടിക്ക് ആ സപ്പോർട്ട് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ അത് ഇപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുമ്പോൾ ചില കുട്ടികൾ ചെയ്യും, ചിലർ ചെയ്യില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ അതിന് വേണ്ടിയിട്ട് മെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം അവരാണെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് അവർ കയറിയിട്ട് ഇൻട്രാക്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഗ്യാപ്പ് വരുന്നുണ്ടോ, ഇത് ചോദിക്കും. അപ്പം ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിരിക്കും. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് ഉള്ള സ്റ്റുഡൻസ് അവരെന്ത് ചെയ്യും, അവർ അത് ചോദിക്കും. അപ്പോൾ അവർക്ക് അവിടെ ക്ലിയർഡായി, അത് ഡൗട്ട് ക്ലിയർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എക്സാംസുകൾ നടത്തുക. അപ്പം നമ്മൾ പല എക്സാംസ് നടത്തും, പിന്നെ അതിൻ്റെ ഒരു വാല്യുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇത് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വീണ്ടും ക്ലിയർ ചെയ്യുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉള്ള സപ്പോർട്ട് കൊടുക്കുന്ന മെൻറ്റേഴ്സാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ട് അവർ അക്കാഡമിക് സപ്പോർട്ട് മാത്രമല്ല കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് സ്ട്രെസ്സ് വരാം. കുറച്ച് കഴിയുമ്പം ഇതെങ്ങനെ പഠിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. കാരണം അത്രയും വലിയ കോഴ്സുകളാണ്, പ്രൊഫഷണൽ കോഴ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ മെൻറ്റേഴ്സ് ആയിരിക്കും അവർക്കൊരു ബാക്ക് ബോൺ ആയിട്ട്, അതായത് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക, സ്ട്രെസ് റിലീഫ് ആയിട്ട് കാര്യങ്ങൾ പറയുക. കാരണം ഇവരും ആ വേയിലൂടെ കടന്നു വന്നവരാണ്. സോ അവർക്കത് ഓരോ പോയിന്റും അവർക്ക് മനസ്സിലാവും. സോ അവർക്ക് ആ ഒരു സപ്പോർട്ട് കൂടി ഈ കുട്ടികൾക്ക് മെൻറ്റേഴ്സ് കൊടുക്കാൻ പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഇപ്പം ഇതിലും രണ്ട് രീതിയുണ്ട്. അതായത് ഓഫ്ലൈൻ സ്റ്റുഡൻസിനെന്ന് പറയുമ്പോൾ അവിടെയും കുട്ടികൾക്ക് അല്ലെങ്കിൽ പുറമേ കാണുന്നവർക്ക് തോന്നും ഓഫ്ലൈൻ കുട്ടികൾക്ക് മെൻറ്റർ ഇങ്ങനെ കാണും, അപ്പം പറഞ്ഞു കൊടുക്കും, നേരിട്ട് സംസാരിക്കാം, ഈ ഒരു സാധനം വരും. പക്ഷെ ഓൺലൈൻ കുട്ടികൾക്ക് എങ്ങനെ, അതും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഓൺലൈൻ സ്റ്റുഡൻസിനും ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഡയറക്റ്റ് അവരെ ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മെന്റേഴ്സിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിലിപ്പോൾ മെന്റേഴ്സിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് ഈവൻ അവർ ചിലപ്പോൾ വാട്സപ്പ് ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ടെലഗ്രാം ത്രൂ ആയിരിക്കും. ഈവൻ നമ്മളിപ്പോൾ സൈല ഇൻട്രൊഡ്യൂസ് ചെയ്താണ് 24/7 കുട്ടികൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് AI ഗുരു എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അത് തികച്ചും ഓൺലൈൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം അവർ പഠിക്കുന്ന ടൈം എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന ടൈമിലായിരിക്കില്ല ചിലപ്പോൾ വേറൊരു വിദ്യാർത്ഥി പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാവാം. ചിലപ്പോൾ ആ സമയത്ത് മെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല, ചിലപ്പോൾ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരിക്കില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ AI ഗുരുയുടെ സപ്പോർട്ടോട് കൂടി കുട്ടികൾക്ക് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ദെൻ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു നൈറ്റ് അല്ലെങ്കിൽ മിഡ് നൈറ്റിലൊക്കെയാണ് ഡൗട്ട് വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്. അതർവൈസ് ഈ പറയുന്ന പോലെ മെന്റേഴ്സും ഫാക്കൽറ്റീസൊക്കെ എപ്പോഴും ഇവർക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ നൈറ്റാണ് ഇവർ ഡൗട്ട് ചോദിക്കുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ മെന്റേഴ്സിൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് അവർ നെക്സ്റ്റ് ടാസ്കുകളിലേക്ക് എന്ത് ചെയ്യുള്ളൂ, കടക്കുന്നുള്ളൂ. ഇപ്പോൾ ഫാക്കൽറ്റീസ് ആണെങ്കിൽ അവരെടുക്കുന്ന പോർഷൻ്റെ ഡൗട്ടുകളായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, അടുത്ത പോർഷനിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ആ രീതിക്കാണ് ഓൺലൈനിലും നമ്മൾ ഈ ക്ലാസ്സുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് കൊടുക്കുന്നതും. ഓക്കെ മാം, അപ്പോൾ നമ്മൾ എക്സാം, അതായത് നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാംസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സൈലത്തിലെ എക്സാംസുകൾ നടത്തുന്നതിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്താലോ നമുക്ക്? ഓക്കെ, ഓഫ് കോഴ്സ്. കാരണം എക്സാംസ് മാൻഡേറ്ററി ആണ്. അതായത് ഓരോ കുട്ടിയും ഓരോ എക്സാമിനെ ഫേസ് ചെയ്യണം. അത് കുട്ടികൾക്ക് ലാസ്റ്റ് അവർ മെയിൻ എക്സാമിലേക്ക് പോകുന്ന സമയത്ത് എക്സാം എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീക്ക്ലി എക്സാംസ്, മന്ത്ലി എക്സാംസ്, മോക്ക് എക്സാംസ്. ഈ വീക്ക്ലി എക്സാംസ് എന്ന് പറഞ്ഞാൽ അവർക്കുടെ സ്കെഡ്യൂൾ അനുസരിച്ച് അവർക്ക് കയറുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും വീക്ക്ലി എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മന്ത്ലി എക്സാംസ് എന്ന് പറയുമ്പം ആ മന്തിൽ പഠിപ്പിച്ച മൊത്തം കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 ദിവസം അവർക്ക് ലീവ് കൊടുക്കും, അതിന് മുന്നേ മെൻറ്റർഷിപ്പ് കൊടുക്കും, അതിനുശേഷം മാത്രമാണ് മന്ത്ലി എക്സാംസ് കൊടുക്കുക. അപ്പം ഓരോ വീക്ക്ലി എക്സാംസ് കഴിയുമ്പോഴും കൃത്യമായിട്ട് ഈ പേപ്പർ വാല്യൂ ചെയ്യണം. ഇത് വാല്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇങ്ങനെയാണ്. മെൻറ്റർ വാല്യൂ ചെയ്യും, അതിനുശേഷം നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതായത് ഇപ്പം 50% എബോ അല്ലെങ്കിൽ 60% എബോ ഈ തരത്തിൽ കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം ബിലോ നിൽക്കുന്ന സ്റ്റുഡൻസ്, അവർക്ക് എന്താണ് പ്രശ്നം, എന്താണ് പ്രോബ്ലം, ആ കുട്ടികളെ മെൻറ്റേഴ്സ് പ്രത്യേകം കാണുകയും എവിടെയാണ് അവരുടെ പ്രശ്നം എന്ന് കണ്ടെത്തിയിട്ട് അത് സോൾവ് ചെയ്യുകയും ചെയ്യും. ഇനി
നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്കും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അതും മെൻറ്റർ അത് നോക്കിയതിന് ശേഷം അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് കുട്ടികളിലേക്ക് ആ ഒരു ക്ലിയർ, അതായത് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലേ, എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഈ സാധനം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിപ്പം വീക്ക്ലി എക്സാംസിന് മാത്രമല്ല, മന്ത്ലി എക്സാംസിലും എല്ലാ മോക്ക് എക്സാംസിനും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇത് ഓഫ്ലൈനിൽ ചെയ്യുന്ന കാര്യമാണ്. സെയിം ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, ഓൺലൈനിൽ നമ്മൾ ഇതേപോലെ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നു. പക്ഷേ മാഡം അവിടെ ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ എക്സാംസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എക്സാം നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒരു ഇൻവിജിലേറ്റർ നിന്നിട്ടാണ് എക്സാംസുകൾ നടത്തുക. പക്ഷേ ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഇൻവിജിലേറ്റർ വരുന്നില്ല. കാരണം കുട്ടികളെല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സാംസിനോടുള്ള ഒരു താല്പര്യം കൂടുന്നതിന് വേണ്ടിയിട്ടും ഈ പോലെ എക്സാംസിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എക്സാമിന് മുന്നേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അവർക്ക് എക്സാം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൻറ്റേഴ്സ് പ്രോപ്പറായിട്ടുള്ള സെക്ഷൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഈവൻ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ഒരു സ്റ്റുഡൻസിന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സെൽഫായിട്ട് ഒരു ഇവാലുവേഷൻ നടത്താനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മൾ അവിടെ എക്സാംസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കുട്ടികൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആൻസർ ഷീറ്റുകൾ ഒരു ഡ്രൈവിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യുകയും ദെൻ അത് അതേപോലെ തന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് എക്സാമിനോടുള്ള ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനിലൂടെ ഈ പറഞ്ഞ പോലെ വർദ്ധിപ്പിച്ചെടുക്കാം. ദെൻ ഈ എക്സാംസ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ് എ ടൈമിൽ പാരന്റിനോടും ഈ കാര്യം ഇൻറ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസും ഈ എക്സാമിനായിട്ട് ബന്ധപ്പെട്ട് അന്ന് കുറച്ചുകൂടി അവെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ എക്സാംസുകൾ കണ്ടക്ട് ചെയ്യാനും അതിൻ്റെ ഇവാലുവേഷൻസ് നടത്താനും അതിലൂടെ ഓൺലൈൻ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സൈലത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാഡം, നമ്മളിപ്പോൾ മെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും അവരെ ഈ ഒരു സൈലത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ആളുകളാണ്. അപ്പോൾ കോർഡിനേറ്റേഴ്സ് എങ്ങനെയാണ് അക്കാദമിക് ക്വാളിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ റോളാണ് അവർക്ക്. കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് റോളില്ലേ, അത് തന്നെയാണ് ശരിക്കും. അതായത് മുമ്പ് നമ്മൾ ക്ലാസ് ടീച്ചർ എന്ന് പറയുമ്പം അവർ സബ്ജക്റ്റും കൂടെ പഠിപ്പിക്കും. പക്ഷെ ഇവിടെ കോർഡിനേറ്റേഴ്സ് റോളിൽ നിൽക്കുന്ന ആളുകൾ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നില്ല, ബാക്കിയെല്ലാം അവർ ചെയ്യും. അതായത് ഒരു കുട്ടി ക്ലാസ്സിൽ വരുമ്പം തൊട്ട് അവരുടെ എല്ലാ ആക്ടിവിറ്റീസ്, അവരുടെ അറ്റൻഡൻസ്, അവരെങ്ങനെയൊക്കെ പഠിക്കുന്നു, പഠിക്കുന്നില്ലേ, ഇതെല്ലാം പേരൻസുമായിട്ട് കണക്ട് ചെയ്യുക. ഇവരുടെ എന്തെങ്കിലും മറ്റാവശ്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു പാരൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കോർഡിനേറ്റേഴ്സിനോടും. നമ്മൾ അങ്ങനെ തന്നെയാണ് പറയലും. അപ്പോൾ സ്റ്റുഡൻറ്റിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കോർഡിനേറ്റേഴ്സിനടുത്ത് വന്ന് പറയും. അവർ പേഴ്സണൽ കാര്യമാണെങ്കിൽ പോലും ആ ഒരു അറ്റാച്ച്മെൻറ്റ് കോർഡിനേറ്റേഴ്സും കൊടുക്കും. കാരണം അവർ ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കുമ്പം അവർക്ക് ആ ഒരു ഹോം സിക്നെസ്സും ഇതൊക്കെ മാറാനും ഒക്കെ കോർഡിനേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അക്കാഡമിക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അവർ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഒരു ബാച്ചിലെ കുട്ടികളുടെ റിസൾട്ട് അവർ പഠിക്കുന്നുണ്ടോ, ഇതെല്ലാം റെസ്പോൺസിബിലിറ്റി ആ ക്ലാസ് ടീച്ചർ റോളുള്ള കോർഡിനേറ്ററിനുണ്ട്. അപ്പോൾ അവരും ഈ റിസൾട്ട് എല്ലാം നോട്ട് ചെയ്യും. എന്നിട്ട് ആ റിസൾട്ട് വെച്ചിട്ട് അവർ കുട്ടികളുടെ അടുത്ത് സംസാരിക്കും. പിന്നെ ഇനി പാരൻറ്റിനോട് സംസാരിക്കണോ, അങ്ങനെയെങ്കിൽ അവർ ആ പാരൻറ്റിനോട് സംസാരിക്കും. അപ്പോൾ കുട്ടിയുടെ A to Z ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ മൊത്തം, അതിപ്പോൾ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറക്കമില്ലെങ്കിൽ അപ്പോൾ ഒരു കുട്ടിയെ കാണുമ്പോൾ അത്രയും കോർഡിനേറ്റർ ശ്രദ്ധിക്കും. അവർക്ക് ഒരു ക്ഷീണമുണ്ടെങ്കിൽ അത് കോർഡിനേറ്റർ ആയിരിക്കും. അപ്പോൾ കൃത്യമായ ഒരു ഉറക്കം എന്ന് പറയുന്നതും കുട്ടികൾക്ക് അക്കാഡമിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്. സോ അപ്പം കുട്ടി കൃത്യമായിട്ട് ഉറങ്ങണം. അത് എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല, അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇതൊക്കെ കോർഡിനേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ മോണിറ്റർ ചെയ്യുക. അപ്പം അക്കാഡമിക് വൈസ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ്. നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഓരോരുത്തരും ഓരോ കുട്ടിയും അതുപോലെ അനലൈസ് ചെയ്യും. പാരൻറ്റുമായിട്ടുള്ള കണക്ഷൻ കീപ്പ് ചെയ്യും, കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ കീപ്പ് ചെയ്യും. എല്ലാ തരത്തിലും അവരെ മോൾഡ് ചെയ്തെടുക്കാൻ നമ്മുടെ കോർഡിനേറ്റേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവും. ഇതിപ്പോൾ ഓഫ്ലൈൻ കുട്ടികൾക്കും ഓൺലൈനിൽ അതേപോലെ തന്നെ അവൈലബിൾ ആണല്ലോ. ഓൾമോസ്റ്റ് നമുക്ക് ഓഫ്ലൈനിലുള്ള കോർഡിനേറ്റേഴ്സിനെ പോലെ തന്നെ ഓൺലൈനിലും അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പം കുറച്ചുകൂടി അവർക്ക് ഈസി ആക്സസിബിൾ ആണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത്. കാരണം എപ്പോഴും അവർ വാട്സപ്പിൽ ത്രൂ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ടെലഗ്രാം ത്രൂ അവൈലബിൾ ആയിരിക്കും. ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈവൻ ഓഫ്ലൈനിൽ വന്നിരുന്ന് പഠിക്കുമ്പോൾ കിട്ടുന്ന അതേ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതേ സപ്പോർട്ട് തന്നെ കോർഡിനേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കുട്ടികൾക്ക് ടെൻഷനാണ്. ഈ ഓൺലൈൻ എടുത്തു കഴിയുമ്പോൾ ക്ലാസ് കൃത്യമായിട്ട് കിട്ടുമോ, ഞങ്ങൾ ആരോടാ സംസാരിക്കേണ്ടത്, ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് ആര് കേൾക്കും, ഈ ഡൗട്ട് എല്ലാ ഓൺലൈൻ കുട്ടികൾക്കും വരുന്നതാണ്. പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമേ ഓറിയന്റേഷനിൽ നമ്മൾ പറയും, കൃത്യമായിട്ടുള്ള കണക്ഷൻ പോയിന്റ് ആരാന്ന് പറയും, അതിന്റെ കോൺടാക്ട് നമ്പേഴ്സ് കൊടുക്കും.
കൊടുക്കും, ഇതെല്ലാം കൊടുത്ത് അവർക്ക് അവൈലബിൾ ആയിരിക്കും എപ്പോഴും ഇവര് ഈ കോർഡിനേറ്റേഴ്സ്. സോ അവർക്കും ആ ടെൻഷൻ വരുന്നില്ല. ഇത്രയും മികച്ച അക്കാഡമിക് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും CA, ACCA, CMA, ഇന്ത്യ, USA കോഴ്സുകളിൽ ഏറ്റവും നല്ല റിസൾട്ട് നമ്മുടെ കൊമേഴ്സ് പ്രോയ്ക്ക് തന്നെയാണ്. കൊമേഴ്സിൽ ഒരു മികച്ച ഭാവി ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈലം ചൂസ് ചെയ്യാം.